മദ്യവും മയക്കുമരുന്നും മാതൃക സിന്തറ്റിക് ഡ്രഗ്സുകളായ LSD, MDMA അതുപോലുള്ള രാസലഹരികൾ രക്ഷകനായ ഒരുവൻ മാത്രമേ ഉള്ളൂ. അത് ഈ അറിഞ്ഞ അർജുനനെ ഞാൻ അറിഞ്ഞ യേശു ക്രിസ്തുവാണ്. ഞാൻ ഞങ്ങൾ മദ്യത്തിനും മയക്കുമരുന്നിനും കുടുംബങ്ങൾക്കും നാട്ടുകാർക്കും ഒരുപോലെ തലവേദന സൃഷ്ടിച്ചുകൊണ്ടുള്ള ഒരു ജീവിതം നയിച്ചു പോയ ഞങ്ങളുടെ ജീവിതത്തിൽ ഒരു മാറ്റം തന്നത് ഈ കർത്താവായ യേശു ക്രിസ്തുവിന്റെ സുവിശേഷ മുഖാന്തരമാണ്. മലപ്പുറം ജില്ലയുടെ വിവിധ ഭാഗങ്ങളിലായിട്ട് ഞങ്ങൾക്ക് ഈ സന്ദേശം അറിയിക്കുവാൻ പ്രൈസ് ദി ലോർഡ്. അങ്ങനെ മലപ്പുറം ജില്ലയിലേക്ക് വന്ന് ഞങ്ങൾ ഇപ്പോൾ പരിശോധനയായി ഞങ്ങളിപ്പോൾ കടന്നുപോയിക്കൊണ്ടിരിക്കുന്നു. ഇവിടെ ഒരു ഉൾഗ്രാമത്തിലെത്തി. അവിടെ നിന്നാണ് പരിശോധന ചെയ്യുന്നത്. ചൂടെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഒടുക്കത്തെ ചൂടാണ്. ആ ചൂടത്താണ് നിന്നുകൊണ്ട് നമ്മുടെ പാട്ട് പാടിക്കൊണ്ടിരിക്കുന്നു. പാട്ട് പാടിയ ശേഷം ഇങ്ങനെ ഓരോ ഗ്രാമങ്ങളിൽ ചെന്ന് ഇങ്ങനെ ഓരോ പരിശോധന ഷോർട്ടായിട്ടാണ് ചെയ്യുന്നത്. അപ്പോൾ അതുകൊണ്ട് എല്ലാവരും വീഡിയോ സ്കിപ്പ് ചെയ്യാതെ കാണുക. ദൈവം എല്ലാവരും അനുഗ്രഹിക്കുമാറാകട്ടെ. ആളുകൾ വീടുകളിലും മറ്റുമായിരിക്കുന്ന ഒരു വിദ്യാഭ്യാസ വർഷം അവസാനിച്ച് വിശ്രമത്തിലും വിനോദങ്ങളിലുമായിരിക്കുന്ന വിദ്യാർത്ഥികൾ എല്ലാവരെയും സ്നേഹാദരം ഈ സകൃത്യമായ സ്നേഹ സന്ദേശത്തിലേക്ക് സ്വാഗതം ചെയ്യുക. നാം അധിവസിക്കുന്ന ഈ ഭൂമി മനോഹരമായി സൃഷ്ടിക്കപ്പെട്ട ഒരു ഭൂമിയാണെന്ന് നമുക്കറിയാം. എന്നാൽ മാനവ സമൂഹത്തിന് ഈ കാലത്ത് ശരിയായ രീതിയിൽ ജീവിക്കാൻ കഴിയാത്ത രീതിയിലുള്ള പ്രശ്നങ്ങൾ ഒന്നിനു പുറകെ ഒന്നായി വന്ന് കുടുംബത്തിൽ സമാധാനമില്ലാതെ, വ്യക്തികൾക്കും സമൂഹത്തിനും സമാധാനമില്ലാത്ത നിലകളിൽ മനുഷ്യന്റെ ആഗ്രഹത്തിന് അവസാനമില്ലാതെ, മനുഷ്യന്റെ തൃപ്തിയില്ലായ്മ കൊണ്ട് കൂടുതൽ സന്തോഷവും തൃപ്തിക്കും വേണ്ടി മത്സരബുദ്ധിയോടെയുള്ള മനോഭാവത്തോടെ ഭൂമുഖത്ത് ജീവിക്കുമ്പോൾ അത് വലിയൊരു ദുരന്തമായി മാറ്റപ്പെട്ടുകൊണ്ടിരിക്കുന്ന മദ്യവും മയക്കുമരുന്നും മാതൃക സിന്തറ്റിക് ഡ്രഗ്സുകളായ LSD, MDMA അതുപോലുള്ള രാസലഹരികൾ സമൂഹത്തെ നശിപ്പിക്കുമ്പോൾ, പുതുതലമുറയെ ഇല്ലാതെയാക്കിക്കൊണ്ടിരിക്കുമ്പോൾ അതിന് കേരളമാകെ ഒരു ബോധവൽക്കരണ, ഒരു പ്രബോധന പ്രോഗ്രാമായിട്ടാണ് ഞങ്ങൾ കഴിഞ്ഞ ഞായറാഴ്ച 6-ാം തീയതി വയനാട്ടിൽ നിന്ന് പുറപ്പെട്ട് അട്ടപ്പാടി, പാലക്കാടിന്റെ പ്രദേശങ്ങൾ സഞ്ചരിച്ച് ഇന്നലെ വൈകിട്ട് മലപ്പുറം ജില്ലയിലും എത്താൻ സാധിച്ചു. ഇവിടെ നേരത്തെ സൂചിപ്പിച്ചതുപോലെ മദ്യത്തിനും മയക്കുമരുന്നിനും ആത്മഹത്യക്കുമെതിരെയുള്ള ബോധവൽക്കരണ സന്ദേശവുമായി വയനാട് ജില്ലയിൽ നിന്ന് ഞായറാഴ്ച യാത്ര തിരിച്ച് പാലക്കാടും അട്ടപ്പാടിയിലും മലപ്പുറത്തിന്റെ വിവിധ ഭാഗങ്ങളിലൂടെ സഞ്ചരിച്ച് ഈ വടക്കാങ്ങരയിൽ എത്തിച്ചേരുവാൻ അവർക്കിടയാക്കി ആ ടീമിന് അഭിനന്ദനങ്ങൾ അറിയിക്കുന്നു. കാലഘട്ടത്തിൽ ഞങ്ങൾ മദ്യത്തിനും മയക്കുമരുന്നിനും കുടുംബങ്ങൾക്കും നാട്ടുകാർക്കും ഒരുപോലെ തലവേദന സൃഷ്ടിച്ചുകൊണ്ടുള്ള ഒരു ജീവിതം നയിച്ചു പോയ ഞങ്ങളുടെ ജീവിതത്തിൽ ഒരു മാറ്റം തന്നത് ഈ കർത്താവായ യേശു ക്രിസ്തുവിന്റെ സുവിശേഷ മുഖാന്തരമാണ്. അതുകൊണ്ടാണ് ഈ സുവിശേഷം ഈ സമൂഹത്തിൽ ധൈര്യമായി നിങ്ങളോട് വിളിച്ചു പറയുന്നത്. ആരുടെയെങ്കിലും കാശ് പറ്റിയിട്ടോ ആരുടെയെങ്കിലും എന്തെങ്കിലും ആദായം പറ്റിയിട്ടോ അല്ല. ഞങ്ങളുടെ ജീവിതത്തിന്റെ അനുഭവത്തിൽ നിന്ന് ഞങ്ങളുടെ സമസൃഷ്ടങ്ങളായിരിക്കുന്ന മാന്യ ശ്രോതാക്കളോട് രക്ഷപ്പെടാൻ ഒരു വഴി കാണിച്ചു കൊടുക്കുക എന്നുള്ളതാണ് ഈ സുവിശേഷ പ്രവർത്തന മുഖാന്തരമായി ഞങ്ങൾ ആഗ്രഹിക്കുന്നത്. എന്നെ കേൾക്കുന്ന പ്രിയ സ്നേഹിത, മനുഷ്യന്റെ പ്രശ്നത്തിനൊരു കാരണമുണ്ട്. പ്രശ്നത്തിന്റെ കാരണം കണ്ടെത്താതെ, കാരണത്തെ ചികിത്സിക്കാതെ, കാരണത്തിന് പരിഹാരം വരുത്താതെ ഒരിക്കലും ഒരു പ്രശ്നത്തിന് പരിഹാരം കണ്ടെത്തുവാൻ കഴിയുകയില്ല. മനുഷ്യന്റെ പ്രശ്നത്തിന്റെ കാരണമെന്ന് പറയുന്നത് സൃഷ്ടാവായ ദൈവത്തിൽ നിന്ന് സൃഷ്ടിയായിരിക്കുന്ന മനുഷ്യൻ അകന്നുപോയി എന്നുള്ളതാണ്. ഈ കാണുന്ന സൂര്യനെയും ചന്ദ്രനെയും നക്ഷത്രങ്ങളെയും ഈ കാണുന്ന സകല ചരാചരങ്ങളെയും സൃഷ്ടിച്ച സർവശക്തനായ ദൈവം തന്റെ സാദൃശ്യത്തിലും സ്വരൂപത്തിലും ദൈവത്തോടുകൂടെ വാഴുവാൻ, ദൈവിക സംസർഗത്തിലായിരിക്കുവാൻ, ദൈവിക ബന്ധം പുലർത്തി പോകുവാൻ ദൈവത്തിന്റെ കരങ്ങൾ കൊണ്ട് സൃഷ്ടിച്ചതാണ് മനുഷ്യൻ. അല്ലാതെ ഡാർവിൻ
പോലെ പാല് കുറുകി മനുഷ്യനായതല്ല ഇന്ന് കാണുന്ന മനുഷ്യവർഗം എന്ന് പറയുന്നത്. ദൈവത്തിന്റെ സാദൃശ്യത്തിലും സ്വരൂപത്തിലും സൃഷ്ടിക്കപ്പെട്ടതാണ്. നമുക്കൊരു സൃഷ്ടാവുണ്ട് സ്നേഹിത. നിന്നെ സൃഷ്ടിച്ചത് സർവശക്തനായ ദൈവമാണ്. ദൈവത്തിന്റെ തിരുഹൃദയത്തിൽ ആഗ്രഹത്തിന്റെ അടിസ്ഥാനത്തിൽ എനിക്കും നിങ്ങൾക്കൊരു ജന്മം, ഈ ജീവിതം ഈ ഭൂമിയിൽ തരുവാനിടയായി തീർന്നു. മനുഷ്യരെന്ന വാക്കിനർത്ഥം മനനം ചെയ്യുന്നവരെന്നാണ്. ചിന്തിക്കുന്നവൻ, ആലോചിക്കുന്നവൻ, ചിരിക്കുവാൻ കഴിവുള്ള ഒരേ ഒരു വ്യക്തി മനുഷ്യരാണ്. മൃഗങ്ങൾക്ക് ചിരിക്കാൻ കഴിയുകയില്ല, മനുഷ്യന് ചിരിക്കാൻ കഴിയും. എന്നാൽ ഇന്നത്തെ ഓരോ ദിവസത്തെ പത്രവാർത്തകൾ കാണുമ്പോൾ മൃഗത്തെക്കാൾ അധമമായ അനുഭവത്തിലൂടെയാണ് മനുഷ്യൻ കടന്നു പോകുന്നു എന്നുള്ളത് നമ്മൾ പറയേണ്ടിയിരിക്കുകയാണ്. അതുകൊണ്ട് പ്രിയ സ്നേഹിതരെ, മനുഷ്യവർഗത്തെ രക്ഷിക്കുവാൻ ദൈവത്തിന് മാത്രമേ കഴിയൂ. ഇന്നേക്ക് 2025 വർഷങ്ങൾക്ക് മുമ്പ് മാനവകുലത്തിന്റെ പ്രശ്നത്തിന് പരിഹാരകനായി ഒരുവൻ ലോകത്തിൽ കടന്നു വന്നു. അത് കർത്താവായ യേശു ക്രിസ്തുവാണ്. ആ യേശു ക്രിസ്തു എന്ന രക്ഷകനാണ് മാനവകുലത്തിന്റെ പാപത്തെ പരിഹരിക്കുവാൻ, അവന്റെ രോഗത്തെ പരിഹരിക്കുവാൻ, അവന്റെ തകർച്ചകളെ പരിഹരിക്കുവാൻ, അവന്റെ അസമാധാനത്തെ മാറ്റുവാൻ, മനുഷ്യന് രക്ഷബോധം നൽകുവാൻ, നിത്യജീവനം നൽകുവാൻ ലോകത്തിൽ കടന്നു വന്ന ഒരേ ഒരു രക്ഷകൻ. അത് കർത്താവായ യേശു ക്രിസ്തുവാണ്. യേശുവിനെ രക്ഷകനും കർത്താവുമായി സ്വീകരിച്ച്, യേശുവിന് വേണ്ടി ജീവിച്ച്, യേശുവിന് വേണ്ടി ജനിച്ച്, യേശുവിന് വേണ്ടി മരിച്ച്, യേശുവിന് വേണ്ടി സ്വർഗരാജ്യം പോകുവാൻ കാത്തിരിക്കുന്ന ഓരോ മക്കൾക്കും വേണ്ടി യേശു ക്രിസ്തു വീണ്ടും വരുവാനായിട്ട് പോകുന്നില്ല. സ്നേഹിതരെ, യേശു ക്രിസ്തുവിന്റെ രണ്ടാമത്തെ ആഗമന ഉദ്ദേശം എന്ന് പറയുന്നത് തന്റെ സ്വന്തം സഭയെ ചേർക്കുവാൻ വേണ്ടിയാണ് യേശു ക്രിസ്തു വീണ്ടും വരുന്നത്. അതിന്റെ ലക്ഷണങ്ങളാണ്. ആഗമനത്തിന് അംഗീകരിക്കാൻ ആർക്കും കഴിയുന്നില്ല, പ്രകൃതിയെ അംഗീകരിക്കാൻ ആർക്കും കഴിയുന്നില്ല. എന്തിനേറെ, ഞാൻ വയനാട്ടുകാരനാണ്. എന്റെ വീടിന്റെ തൊട്ടടുത്ത് ഏതാണ്ട് 10 കിലോമീറ്റർ ചുറ്റളവിലാണ് കഴിഞ്ഞ ചില മാസങ്ങൾ കപ്പോളമായി ഉണ്ടായ ഉരുൾപൊട്ടലുണ്ടായത്. ഞാൻ നേരിട്ട് പോയി കാണുകയും എന്റെ സഹോദരങ്ങളുടെ പല ഭവനങ്ങളും ഞാൻ പോയി വൃത്തിയാക്കി അവർക്ക് താമസയോഗ്യമാക്കി കൊടുക്കുവാനായിട്ടിടയായി. എന്നാൽ പറയട്ടെ, ഇന്നത്തെ ഭൂകമ്പങ്ങൾ, ഓസോൺ പാളിയുടെ വിള്ളലുകളിൽ, ഇന്ന് സമൂഹത്തിൽ ഉണ്ടായിക്കൊണ്ടിരിക്കുന്ന വലിയ വലിയ ഭൂകമ്പങ്ങളിൽ ഇതൊക്കെ വിളിച്ചറിയിക്കുന്നത് യേശുക്രിസ്തുവിന്റെ ആരോഗ്യ ലക്ഷണങ്ങളെ കുറിച്ചാണ്. അങ്ങനെയാണ് യേശുക്രിസ്തു വരുവാൻ പോകുകയാണ്. യേശുക്രിസ്തു ഈ ഭൂമിയിൽ വന്ന് തന്നെ കാത്തു നിൽക്കുന്ന, തന്നെ ചേർത്തുമായി കാത്തു നിൽക്കുന്നവരെ താൻ നൊടിയിടയിൽ സ്വർഗരാജ്യത്തിലേക്ക് കൊണ്ടുപോകും. എന്റെ സ്നേഹിത, താങ്കൾ അതിനു വേണ്ടി ഒരുങ്ങിയിട്ടുണ്ടോ? ഈ ദേശത്ത് വ്യാപാരം ചെയ്തുകൊണ്ടിരിക്കുന്ന വ്യാപാരികളോടും കടകളിലേക്ക് കടന്നു സാധനം വാങ്ങുവാനും പല കാര്യങ്ങളിലേക്ക് കടന്നു വന്ന് ഈ മക്കരക്കാട് ടൗൺ ദേശത്തിലേക്ക് വന്നിരിക്കുന്ന എല്ലാ പ്രിയ സുഹൃത്തുക്കളോടും ഞങ്ങളുടെ യേശു ക്രിസ്തുവിന്റെ നാമത്തിൽ ഞങ്ങളുടെ സ്നേഹവന്ദനത്തെ അർപ്പിക്കുന്നു. നോക്കണം, കുറച്ചു നേരത്തെ മുൻപേ ഒരു പൈതൽ ഇപ്രകാരം പാടുവാനിടയായി, ചൂള പോലെ കത്തുന്ന ഒരു നാൾ വരുന്നു. നോക്കണം, ഇത് നമ്മൾ കേൾക്കുമ്പോൾ നമ്മുടെ കാതുകൾക്ക് വളരെ ഇമ്പമായിരിക്കും. ഒരു 7 വയസ്സുകാരനായ കുരുന്ത് ഇവിടെ നിന്ന് പാടുമ്പോൾ ആ പാട്ടിന്റെ ശബ്ദവും ഈണങ്ങളും നിങ്ങൾ ഒരുപാട് രസിച്ചു കാണുമെന്ന് എനിക്കറിയാം. അപ്പോൾ തന്നെ അതിന്റെ കൂടെ ഞങ്ങളും അത് കേൾക്കുമായിരുന്നു. പ്രിയപ്പെട്ട സുഹൃത്തെ, എന്നാൽ നിങ്ങൾ നോക്കണമേ, ഈ കുരുന്തിന്റെ വായിൽ നിന്ന് പുറപ്പെട്ട് ആ ശബ്ദമെന്ന് പറയുന്നത് വെറും ഒരു ശബ്ദമല്ല, അതൊരു ദൈവശബ്ദമാണ്. ആ ദൈവശബ്ദത്തിലേക്ക് നിങ്ങൾ എല്ലാവരും തിരിയണമെന്നാണ് ഇവിടെ ആ കുരുന്തിന്റെ വായിൽ നിന്ന് ദൈവം നിങ്ങളോട് സംസാരിക്കുവാനിടയായത്. എന്തുകൊണ്ട് ഇപ്രകാരം ഈ നാട് നശിക്കുന്നതിനെ കുറിച്ചും ഈ നാട് തീർന്നു പോകുന്നതിനെ കുറിച്ച് മാത്രം സംസാരിക്കുന്നു എന്ന് നിങ്ങൾ ചിന്തിക്കാം. പ്രിയപ്പെട്ടവരെ, ഈ നാട്ടിനൊരു നാശമുണ്ട്. ആ നാശത്തിന് മുൻപേ നമ്മൾ രക്ഷ പ്രാപിക്കേണ്ടത് അത്യന്തം ആവശ്യമാണ്. ആ രക്ഷാമാർഗം എവിടെ നിന്നാണ് നമുക്ക് ലഭിക്കുവാനിടയാകുന്നത്? ആ രക്ഷാമാർഗം നമുക്ക് എവിടെ നിന്നാണ് കിട്ടുന്നത്? അതിനെക്കുറിച്ച് നാം എന്തെങ്കിലും ചിന്തിച്ചിട്ടുണ്ടോ? ആ രക്ഷാമാർഗത്തെ കുറിച്ചാണ് ഇന്ന് നിങ്ങളുടെ മുൻപിൽ ഞങ്ങൾ സൗജന്യമായി പറയുവാൻ ആഗ്രഹിക്കുന്നത്. രക്ഷാമാർഗം എന്ന് പറയുമ്പോൾ ഒരു കുഴിയിൽ കിടക്കുന്നവനെ കുഴിയുടെ മുകളിൽ നിൽക്കുന്നവൻ കരം പിടിച്ച് കയറ്റുമ്പോൾ ആ കുഴിയിൽ ഇരിക്കുന്നവൻ ആ കുഴിയിൽ നിന്ന് രക്ഷപ്പെടുവാനിടയാകും. അതുപോലെയാണ് ഇന്ന് ലോകം, അല്ലെങ്കിൽ നമ്മുടെ കേരളം മുഴുവനും വലിയ ലഹരി ഡ്രിങ്ക്സുകൾ. നോക്കണം പ്രിയപ്പെട്ടവരെ, അങ്ങനെ പല ഡ്രിങ്ക്സുകളിലും ലഹരികളിലും അടിമയായി അതിൽ കിടക്കുന്നവരെ എങ്ങനെയാണ് കരകയറ്റുവാൻ കഴിയുന്നത്? അങ്ങനെ കരകയറ്റുവാൻ കഴിയണമെങ്കിൽ കരയിലൊരുത്ത് നിൽക്കുവാനിടയാകണം.
കരയിൽ നിന്ന് ഇന്ന് ലോകത്തിൽ കൈപിടിച്ച് കയറ്റുവാൻ വിചാരിക്കുന്ന പലവരും ഇന്ന് ആ കുഴിയിലാണ് ഉള്ളത്. എന്തിനേറെ നോക്കണം, ഇന്ന് എവിടെ തിരിഞ്ഞാലും ലഹരികളെ കൊണ്ട് നമ്മുടെ കേരളം ഒന്നടങ്ങ് അവസാനിച്ചു എന്നുള്ള ഒരു ഘട്ടത്തിലേക്ക് വന്നിരിക്കുകയാണ്. സോഷ്യൽ മീഡിയ തുറന്നു കഴിഞ്ഞാൽ അതിരാവിലെ നാം കേൾക്കുന്ന വാർത്ത, ആ ലഹരികൾ ഉപയോഗിച്ചു, അവിടെ MDMA പിടിച്ചു, അവിടെ കഞ്ചാവ് പിടിച്ചു, അല്ലെങ്കിൽ അവിടെ അത് മുഖാന്തരം കൊലപാതകം ചെയ്തു, ഈ ലഹരി മുഖാന്തരം അവിടെ അവർ നശിച്ചു എന്നുള്ള ഒരു വാർത്തയല്ലാതെ നമുക്ക് വേറെ ഒന്നും തന്നെ കേൾക്കുവാൻ കഴിയുന്നില്ല. കാരണം എന്തുകൊണ്ടാണ്? അത്രമാത്രം ലോകമെമ്പാടും എന്തിനേറെ കേരളത്തെ മുഴുവനും ഈ ലഹരിയുടെ മാരകമായ ലഹരിയുടെ കണിയിൽ പിടിക്കപ്പെട്ടിരിക്കുകയാണ്. ഈ ലഹരിയുടെ അടിമയിൽ ഒരുപക്ഷെ നമ്മുടെ ഈ ശബ്ദം കേട്ടുകൊണ്ടിരിക്കുന്ന പ്രിയ സുഹൃത്തുക്കളുടെ മക്കളോ അല്ലെങ്കിൽ അപ്പനോ അമ്മയോ അല്ലെങ്കിൽ സഹോദരന്മാരോ ആരെങ്കിലും അഡിക്റ്റ് ആയിരിക്കാം. എന്നാൽ അവരെ നമുക്ക് വീണ്ടെടുക്കണമെന്ന് നിങ്ങളുടെ ഉള്ളിൽ യാഥാർത്ഥ്യമായ ആഗ്രഹങ്ങളും ഒത്തിരി വേദനയും നിങ്ങളുടെ ഉള്ളിൽ ഉണ്ടാകുവാൻ ആഗ്രഹിക്കുന്നത്. കാരണം നോക്കണം, കുഴിയിൽ കിടക്കുന്നവരെ ആദ്യമല്ല. അങ്ങനെ ഇരിക്കുമ്പോൾ ഞാനും ഈ മണ്ണാർക്കാട് ദേശത്തിൽ ഒരുപാട് വർഷങ്ങൾക്ക് മുൻപേ ഇതുപോലെ പല കുഴികളിൽ അകപ്പെട്ട ഒരു വ്യക്തിയാണ്. മദ്യം, മയക്കുമരുന്നുകൾ, എന്തിനേറെ കഞ്ചാവ്, അങ്ങനെയുള്ള ഒത്തിരി ലഹരികളിൽ അടിമപ്പെട്ട ഒരു വ്യക്തിയായിരുന്നു ഞാൻ. നോക്കണം, എന്റെ കൂട്ടുകാരൊപ്പം കൂടി ചെറിയ പീടിയിൽ ആരംഭിച്ചതാണ്. നോക്കണം, ഒരു ചെറിയ പീടിയിൽ ആരംഭിച്ച എന്റെ ആ ഒരു ജീവിത ശൈലി അവസാനം വലിയ സിഗരറ്റിലേക്ക് വരുവാനിടയായി. സിഗരറ്റോടെ നിന്നില്ല, പിന്നെ കഞ്ചാവിലേക്ക് പോയി. കഞ്ചാവോടെ തീർന്നില്ല, പിന്നെ പല മയക്കുമരുന്നിലേക്ക് കടന്നുപോയി. അതോടെയും അവസാനിച്ചില്ല, പല മദ്യപാനങ്ങൾ രുചിക്കുവാൻ തുടങ്ങി. മദ്യപാനത്തിൽ തന്നെ പല ബ്രാൻഡുകൾ രുചിക്കുവാൻ തുടങ്ങി. എവിടെയെല്ലാം കള്ള് നല്ല രുചിയിൽ കിട്ടുന്നോ അവിടെയെല്ലാം പോയി മദ്യപിക്കുമായിരുന്നു. ഒറ്റയ്ക്ക് മാത്രമല്ല, കൂടെ ആരെങ്കിലും കൊണ്ടുപോയി അവരെയും നശിപ്പിക്കും, എന്നെയും അവരും നശിപ്പിക്കും. അങ്ങനെ പല രീതിയിലുള്ള മദ്യപാനത്തിനും മയക്കുമരുന്നുകൾ കുടുങ്ങിക്കിടന്ന് ഒരു വ്യക്തിയാണ് ഞാൻ. വീണ്ടും അടുത്തടുത്ത ഭാവങ്ങളിലേക്ക് കടന്നുപോയി. അടുത്തടുത്ത മദ്യപാന മയക്കുമരുന്നുകൾ അങ്ങനെ പലതുകൾ ഉപയോഗിക്കുവാൻ തുടങ്ങി. അങ്ങനെ ഉപയോഗിച്ച് കിട്ടാതായപ്പോൾ പല സ്ഥലങ്ങളിലേക്ക് പോയി. നോക്കണം, ഭിക്ഷയെടുക്കുവാൻ വരെ തുടങ്ങി. ഭിക്ഷയെടുത്തിട്ട് കിട്ടുന്ന പൈസ കൊണ്ട് ആ പൈസ കൊണ്ടെങ്കിൽ മദ്യപാന മയക്കുമരുന്നുകളെല്ലാം ഉപയോഗിക്കാമെന്നുള്ള രീതിയിൽ കിട്ടുന്നതെല്ലാം വാങ്ങി അങ്ങനെ ഭിക്ഷയാദിച്ചുകൊണ്ടും ജീവിച്ച ഒരു ജീവിത സാഹചര്യങ്ങൾ ഉണ്ടായിരുന്നു എന്റെ ജീവിതത്തിൽ. നോക്കണം, അത്രയും വൃത്തിഹീനമായ ജീവിത സാഹചര്യങ്ങളിൽ നിന്ന് എങ്ങനെയാണ് എനിക്കൊരു വിടുതൽ ലഭിക്കുവാനിടയായത്? ഇതുപോലെ കവലകളിൽ നിന്നുകൊണ്ട് നിങ്ങൾ കേട്ടുകൊണ്ടിരിക്കുന്ന ചില ഉപദേശിമാർ പ്രസംഗിക്കുന്നതും നിങ്ങളോട് വിളിച്ചു പറയുന്ന കാര്യങ്ങളെല്ലാം നിങ്ങൾ ശ്രദ്ധിച്ചുകൊണ്ടിരിക്കുന്നു. ഇതുപോലെ ഒരു ദിവസം ഞാനും കേൾക്കുവാനിടയായി. നോക്കണം, പാപം ചെയ്ത് മരിക്കുന്നവൻ നിത്യമായ നരകത്തിൽ പോകും. നമ്മളപ്പോൾ ചിന്തിക്കാം, അപ്പൊ മരിക്കുന്നവനെല്ലാം എവിടെയാ പോകുന്നത്? നോക്കണം പ്രിയപ്പെട്ടവരെ, മരണം ഏത് വ്യക്തിയും ഏത് നിമിഷവും ഏത് നേരത്തും പറ്റിപ്പിടിക്കുവാനിടയാകും. മരണം ഒരു കുട്ടി ജനിച്ചു കഴിഞ്ഞാൽ ആ കുട്ടി അടുത്തത് പിൻപറ്റുന്നത് അവൾക്ക് നന്മയോ തിന്മയോ സന്തോഷമോ സമാധാനമോ യാതൊന്നും പിൻപറ്റിയില്ലെങ്കിലും മരണം അവനെ എപ്പോഴും പിൻപറ്റുന്നു. ഒരു കുഞ്ഞ് ജനിച്ചു വീണ് കഴിഞ്ഞാൽ അടുത്തത് മരണത്താലാണ് ആ വ്യക്തി കീഴടങ്ങി പോകുന്നത്. അങ്ങനെ ഇരിക്കുമ്പോൾ പാപത്തിന്റെ വിവിധ സുഖജീവിതങ്ങൾ ജീവിച്ച് ആ പാപത്തിന്റെ അരികിലേക്ക് കടന്നുപോയിക്കൊണ്ടിരിക്കുമ്പോൾ പ്രിയപ്പെട്ടവരെ, നാം ഒന്ന് ഓർക്കണം, പാപത്തിന്റെ ശമ്പളം മരണമെന്ന് ബൈബിൾ വെളിപ്പെടുത്തുന്നു. പാപത്തിന്റെ ശമ്പളം എന്താണ്? പാപത്തിന്റെ ശമ്പളത്തിന്റെ ചില അറിയിപ്പുകളാണ് ഇന്ന് നാം നോക്കണം. കുടുംബത്തിനും അതുപോലെ ദേശത്തിനും പ്രയോജനപ്പെടാത്ത പല മദ്യവും മയക്കുമരുന്നുകളും പല സംഭവങ്ങളും ഉപയോഗിച്ച് നമ്മൾ പ്രയോജനപ്പെടാത്തവരായി തീർന്നുകൊണ്ടിരിക്കുന്നു. അങ്ങനെ തീർന്നുകൊണ്ടിരിക്കുമ്പോൾ അതിന്റെ നടുവിൽ നിന്ന് നമുക്കൊരു മരണം സംഭവിച്ചു കഴിഞ്ഞാൽ നാം എവിടെ പോകുവാനിടയാകും? ഇന്ന് ഹിന്ദുവാണെങ്കിലും മുസ്ലിം ആണെങ്കിലും ക്രിസ്ത്യാനിയാണെങ്കിലും ആരോട് ചോദിച്ചാലും പറയൂ, മരിച്ചു കഴിഞ്ഞാൽ ഒരു മരണമുണ്ട്. ആ മരണം എന്ന് പറയുന്നത്, ആ മരണത്തിന് ശേഷം ഒരു നിത്യമായ നരകമുണ്ടെന്ന് പറയുവാനിടയാകും. നരകം എങ്ങനെയാണ് ഒരു വ്യക്തിയെ സൂചിപ്പിക്കുന്നത്? നരകം എന്ന് പറയുന്നത് ഈ ലോകത്തിൽ നാം മനുഷ്യനായി ജീവിക്കുമ്പോൾ തന്നെ നാം ചെയ്തു കൂട്ടുന്ന സകല പാപങ്ങളും ആ പാപത്തിനുള്ള പരിഹാരം എന്ന് പറയുന്നത് നിത്യമായ നരകമാണ്. നിത്യമായ നരകമാണ്. ആ നരകത്തിൽ നിന്ന് നമുക്ക് എങ്ങനെയാണ് രക്ഷപ്പെടുവാൻ കഴിയുന്നത്? ആ നരകത്തിൽ നിന്ന് നമുക്ക് എങ്ങനെയാണ് കരകയറുവാൻ കഴിയുന്നത്? ആ നരകത്തെ ജയിച്ചവനും അതുപോലെ ഈ മരണത്തെ ജയിച്ചവനുമായിരിക്കുന്ന ഒരുത്തനെ നാം ഏറ്റുകൊള്ളുവാനിടയാകണം. അങ്ങനെ ഇരിക്കുമ്പോൾ ലോകത്തിൽ ആരാണ് നമ്മുടെ മരണത്തെ ഏറ്റുകൊള്ളുവാനും നമ്മളെ നിത്യമായ മരണത്തിൽ നിന്ന് വിടിവിക്കുവാനും കഴിവുള്ളത്? ആരാണുള്ളത്? അങ്ങനെ നോക്കുമ്പോൾ ഒരുത്തന് അവൻ നിങ്ങൾക്ക് വേണ്ടി ഉയർത്തെഴുന്നേറ്റ് സകല മരണത്തെയും ജയാളിയായി തീർത്തിരിക്കുന്ന
ജയാലി എന്ന് നമ്മുടെ മുന്നിൽ വെളിപ്പെടുത്തുന്നു. പ്രിയപ്പെട്ടവരെ, മരണത്തെ ജയിച്ച ഒരുത്തൻ ഉണ്ടെങ്കിൽ അത് ഞാൻ ഇവിടുന്ന് വിളിച്ചു പറയുന്ന യേശു ക്രിസ്തു മാത്രമാണ്. ഒരുത്തൻ മാത്രമേ ഉള്ളൂ. അത് ഈ അറിഞ്ഞ അർജുനനെ ഞാൻ അറിഞ്ഞ യേശു ക്രിസ്തുവാണ്. ഞാൻ അറിഞ്ഞ യേശു ക്രിസ്തു സ്വർഗത്തിന്റെ ഉടയവനാണ്. അവൻ മുഖാന്തരമല്ലാതെ ആർക്കും തന്നെ പാപത്തിൽ നിന്ന് മോചനമില്ല, ആർക്കും തന്നെ പാപത്തിൽ നിന്ന് വിടുതലില്ല. ആർക്കെങ്കിലും പാപത്തിൽ നിന്ന് വിടുതൽ പ്രാപിച്ച് നിത്യ സ്വർഗരാജ്യത്തിലേക്ക് കടന്നു പോകണമെങ്കിൽ അത് യേശു ക്രിസ്തു മുഖാന്തരം മാത്രമേ കഴിയുള്ളൂ. എന്തുകൊണ്ട്? യേശു എന്ന് പറയുന്ന പേരിന്റെ അർത്ഥം തന്നെ ഇപ്രകാരമാ: അവൻ രക്ഷിക്കുന്നവൻ, അവൻ ലോകത്തിന്റെ രക്ഷകൻ. അവൻ മുഖാന്തരമല്ലാതെ ആർക്കും ഒരു രക്ഷയില്ല. അതുകൊണ്ട് തന്നെ പ്രിയപ്പെട്ടവരെ, ഞങ്ങൾ ഇവിടുന്ന് അവൻ ബന്ധത്തിൽ ഞങ്ങൾ ഇവിടുന്ന് വേഗത്തിൽ വിളിച്ചു പറയുന്നു. എന്തുകൊണ്ടാ വേഗത്തിൽ വിളിച്ചു പറയുന്ന അറിയുമോ? മുൻപിൽ ഇനി സമയമില്ല. ദൈവത്തിന്റെ പ്രവൃത്തിക്ക് വിരുദ്ധമായി ഇന്ന് സമൂഹവും മാനവജനതയും നീങ്ങി സമാധാനം നഷ്ടപ്പെട്ടിരിക്കുമ്പോൾ ആധുനിക സിന്തറ്റിക് ടാക്സുകളായ LSD, MDMA തുടങ്ങി മാരക വിഷലഹരികൾ കണ്ടുവപ്പെട്ട് പുതുതലമുറ നശിച്ചുകൊണ്ടിരിക്കുമ്പോൾ അവസാനമായി ഒരു പ്രബോധനം, അവസാനമായി ഒരു ബോധവൽക്കരണമാണ് ഇപ്പോൾ നടന്നുകൊണ്ടിരിക്കുന്നത്. ഈ പ്രോഗ്രാമിലേക്ക് ഒരിക്കൽ കൂടി സ്നേഹപൂർവ്വം ഞങ്ങൾ സ്വാഗതം ചെയ്തുകൊണ്ട് നിങ്ങളെ ക്ഷണിക്കുകയാണ്, സ്വാഗതം ചെയ്യുക. ഇപ്പോൾ നിങ്ങൾക്ക് ഒരു ഗാനം ശ്രമിക്കാവുന്നത്. നെഞ്ചൂത്തകന്നു കരയുമ്പോൾ നെഞ്ചോട് ചേർക്കുമേ യേശുനാഥാ. ഓ എന്റെ സ്നേഹമേ, വന്നു നിറഞ്ഞിടണേ. ഓ എന്റെ സ്നേഹമേ, വന്നു നിറഞ്ഞിടണേ. വയനാട്ടിൽ നിന്ന് പുറപ്പെട്ട് അട്ടപ്പാടിയുടെ ദേശത്ത് 1-2 ദിവസത്തെ പ്രവർത്തനത്തിന് ശേഷം മദ്യത്തിനും മയക്കുമരുന്നിനും ലഹരികൾക്ക് അടിമയായി കിടക്കുന്നവരുടെ ദേശത്ത് കടന്നുപോയി ഈ സന്ദേശം അറിയിക്കുവാൻ ഞങ്ങളൊരു ടീമായി അവിടുന്ന് പുറപ്പെട്ടു. ഇന്നലെ പകൽക്കാലം ഈ ജില്ലയുടെ, മലപ്പുറം ജില്ലയുടെ വിവിധ ഭാഗങ്ങളിലായിട്ട് ഞങ്ങൾക്ക് ഈ സന്ദേശം അറിയിക്കുവാൻ ദൈവമായ കർത്താവ് ഞങ്ങളെ ഇത്രത്തോളം കൊണ്ടുവന്നതിനായി ദൈവത്തിന് നന്ദി പറയുന്നു. അപ്പോൾ തന്നെ കഴിഞ്ഞ നാളുകളിൽ ഈ പറഞ്ഞ ലഹരികൾക്കെല്ലാം അടിമത്തത്തിലായിരുന്ന ഞാൻ, എൻ്റെ പേര് കുഞ്ഞൻ എന്നാണ്, വയനാട് ബത്തേരി ദേശത്ത് നിന്നാണ് ഞാൻ കടന്നു വരുന്നത്. കൊടുത്ത് നമ്മുടെ കുറവുകൾ ഏറ്റു പറഞ്ഞ് അവൻ അല്ലെങ്കിൽ നമ്മളെ ഏൽപ്പിച്ചു കൊടുത്താൽ നമുക്കതിനകത്തു നിന്നൊരു വിവേചനം, മോചനം ദൈവം തരും. തീർച്ചയായിട്ടും ഈ സ്നേഹം ഞാൻ മറ്റുള്ളവരോട് പറഞ്ഞ് ഇന്ന് പകൽക്കാലം ഇവിടെ ആയിരിക്കുന്ന ദേശ നിവാസികളോട് ഞാൻ പറയുകയാണ്, ദൈവം എന്നെ വിടുവിച്ചു, നിങ്ങളെയും ദൈവം വിടുവിക്കും എന്ന് പറഞ്ഞുകൊണ്ട് ഈ ചെറിയ നിന്നു. അങ്ങനെ ദൈവം സഹായിച്ച് മലപ്പുറത്തുള്ള പരിശോധനയും കാര്യങ്ങളൊക്കെ കഴിഞ്ഞു. ഞങ്ങളൊക്കെ ഒരുമിച്ച് കൂടി നിന്ന് പ്രാർത്ഥിച്ചതിന് ശേഷം ഇവിടെ നിന്ന് ഞങ്ങൾ പിരിയാൻ പോകുകയാണ്. അടുത്തത് കോഴിക്കോട്.